അപ്പം ഇന്ന് എൻ്റെ 15th ഡേ ആണ് ചിക്കൻ ബോക്സ് വന്നിട്ട്. പിന്നെ ഞാൻ കുളിക്കാൻ തീരുമാനിച്ചു. എൻ്റെ മുഖത്ത് ഇത് ബബിൾസൊക്കെ പോയി, ബ്ലിസ്റ്റേഴ്സൊക്കെ കുറേ ഉണങ്ങി തന്നെ പറഞ്ഞു പോയി. ഈ ഒരു 2 എണ്ണം ബാക്കിയുണ്ട് മുഖത്ത്, പിന്നെ ഇവിടെ. ഇത് രണ്ടുമാണ് എനിക്ക് ഫസ്റ്റ് വന്നത്. അത് രണ്ടും എവർ ലാസ്റ്റിംഗ് മാർക്കായിട്ട് മിക്കവാറും മാറാൻ ചാൻസ് ഉണ്ട്. മുഖത്ത് മൊത്തം പാടായി. കുഴപ്പമില്ല, നമുക്കപ്പോൾ ഇന്ന് കുളിക്കാം. പിന്നെ ബോഡിയിൽ കുറേയൊക്കെ എന്താ പറയുക, ഇപ്പോഴും ഡ്രൈ ആയിട്ട് അവിടെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഇരിക്കുവാണ്. അതൊന്നും പൊളിഞ്ഞു പോയിട്ടില്ല. പിന്നെ ഞാൻ അരിവേപ്പിൻ്റെ ഇല തിളപ്പിച്ചിട്ട് അരിവേപ്പ് കൊണ്ട് നന്നായി ഉരച്ച് കുളിക്കാൻ പോവാണ്. തലയൊക്കെ നല്ല ചൊറിച്ചിലായി. ഹെയർ ഞാൻ ഒരു ദിവസം വാഷ് ചെയ്തായിരുന്നു. എന്നാലും ഒന്ന് വൃത്തിക്കൊന്ന് ഇന്ന് കഴുകണം. എണ്ണയൊക്കെ തേച്ച് കുളിക്കാം. അപ്പോൾ അരിവേപ്പില തിളപ്പിച്ച വെള്ളം റെഡിയായിട്ടുണ്ട്. അത് തണുപ്പിച്ചിട്ടാണ് കുളിക്കുന്നത്. പിന്നെ പനിയും ക്ഷീണമൊന്നും എനിക്ക് ഈ ചിക്കൻ ബോക്സിൽ സാധാരണ എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ ഇവിടുത്തെ തണുപ്പായതുകൊണ്ടായിരിക്കും. നാട്ടിൽ ചൂടൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ഭയങ്കര ചൊറിച്ചിലൊക്കെ വരുന്നത്. അപ്പോൾ ഇവിടെ എനിക്ക് അത്രയും പ്രശ്നമില്ലായിരുന്നു. ആദ്യത്തെ 2 ദിവസം പനി ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ വർക്ക് ഫ്രം ഹോം ഒക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല, ഓഫീസിൽ പോകേണ്ടി വന്നില്ലല്ലോ. സോ ഇന്ന് തല നിറയെ ഞാൻ എണ്ണ വെച്ച് നല്ല അടിപൊളിയായിട്ട് കുളിക്കാൻ പോവാണ്. ലാസ്റ്റ് വീക്ക് ഞാൻ ഹെയർ വാഷ് ചെയ്തപ്പം ആക്ച്വലി തലയിൽ നിറയെ കുരുവായിരുന്നു. അതിങ്ങനെ പൊട്ടി അതിൻ്റെ പൊട്ടനൊക്കെ വെളിയിൽ വന്നിട്ടിരിക്കുമായിരുന്നു. സോ എനിക്ക് തല നല്ലോണം ഇങ്ങനെ തിരുമാനൊക്കെ ഭയങ്കര എന്തോ പോലെയായിരുന്നു. സോ ഇന്നിപ്പോൾ എല്ലാം തന്നെ പൊളിഞ്ഞു പോയി. ഇപ്പം ഞാൻ നല്ലോണം മാന്തി. I'm the TNT, but you're the spark to blame, and it's fire burning holes inside my brain. Feel the fire, keep the melters down again. Now it's pouring through my veins, but I said you're the spark to blame, and it's fire. ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ ആണോ എന്നറിയത്തില്ല, കുറേ മുടികൾ പോകുന്നുണ്ട്. ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ ഉണ്ടാവും. പിന്നെ കുറേ ദിവസം ഇങ്ങനെ മുടി കഴുകാതെ ഡ്രൈ ആയിട്ടിരിക്കുമല്ലേ, അപ്പം നല്ലോണം കൊഴിയും. ഞാൻ കിടക്കുന്ന അടുത്തൊക്കെ പില്ലോയിലൊക്കെ കുറേ മുടി കൊഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഈ ചിക്കൻ ബോക്സ് കാലത്ത് ഒത്തിരി മുടി എൻ്റെ കൊഴിഞ്ഞു. അതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണം. നേരത്തെ ഞാൻ കുളിക്കാൻ വേണ്ടി ഇരുന്നതായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ലോണം ഇത് ഡ്രൈ ആയിട്ട് നല്ലോണം അതൊക്കെ പോയിട്ട് കുളിച്ചാൽ മതി. ചിലത് ഇനിയിപ്പം ഡ്രൈ ആയില്ലെങ്കിൽ പിന്നെ അതെല്ലാം കൂടെ എന്താ പറയുക, നനഞ്ഞ് അളിപിളിയായിട്ടിരിക്കില്ലേ. ഇനി ഇത് വെച്ചിട്ട് ഞാൻ നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്യാൻ പോവാണ്. Understand, I'm calling out to you. Can you hear a thing? 'Cause you lit the match that ignites the flame. I'm the TNT, but you're the spark to blame, and it's fire burning holes inside my brain. Feel the fire. ഇതാകുമ്പോൾ എനിക്ക് കൈകൊണ്ട് മാന്താൻ ഇഷ്ടമല്ല, ഈ താരം ഇളക്കാൻ വേണ്ടി. അപ്പം ഇത് ചെയ്യുമ്പോൾ ഈ താരനൊക്കെ അങ്ങ് ഇളകി പോകുന്നത്. Burning holes inside my brain. Fire. I know some days with you is paradise. അപ്പം ഞാൻ ഇനി കുളിച്ച് സെറ്റായിട്ട് വരാം. അങ്ങനെ 10-12 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ കുളിച്ചിരിക്കുന്നു. എന്തൊരു സുഖം. അപ്പം നെക്സ്റ്റ് പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കിടന്ന ബെഡ്ഷീറ്റുകളും ഡ്രസ്സും എല്ലാം ഡെറ്റോളിലിട്ട് ഒരു ദിവസം ഫുള്ള് ഡെറ്റോളിൽ മുക്കിയിടണം. എന്നിട്ട് കഴുകാൻ പോവാണ്. ഓക്കെ.
നാട്ടിലാണെങ്കിൽ ചിക്കൻ പോക്സ് മാറിക്കഴിയുമ്പോൾ നമ്മൾ യൂസ് ചെയ്ത ഡ്രസ്സും ബെഡ്ഷീറ്റും ഒക്കെ കത്തിച്ച് കളയുകയാണ് ചെയ്യാറ്. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെ ഒരു പ്രൊവിഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ഡെറ്റോളിൽ നമ്മൾ മുക്കി ഇടുവാണ് ഡ്രസ്സും നമ്മൾ യൂസ് ചെയ്ത എല്ലാ ബെഡ്ഷീറ്റാണെങ്കിലും പില്ലോ കവറാണെങ്കിലും എല്ലാം. അപ്പോൾ ഒരു ദിവസം മൊത്തം ഇതിൽ മുക്കിയിട്ടിട്ട് അത് നല്ലോണം വാഷ് ചെയ്തിട്ട് വെയിലത്തിട്ട് ഉണക്കുവാണ് ഞങ്ങളുടെ ശേഷം. ഇനി അടുത്ത ചടങ്ങെന്ന് പറഞ്ഞാൽ ഈ മുഖത്തെ പാടുകളൊക്കെ മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യാന്നുള്ളതാണ്. ഒരു ദിവസം കൊണ്ടൊന്നും ഇത് പോവില്ല. അപ്പോൾ ഞാൻ ഇവിടെ രക്തചന്ദനം അരച്ചിട്ട് മുഖത്തിടുകയാണ്. അത് കുറേ പേര് എന്നോട് അങ്ങനെ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയത്തില്ല മാറുമെന്ന്, എന്നാലും ട്രൈ ചെയ്യുകയാണ്. പക്ഷേ എല്ലാ ദിവസവും ചെയ്യണം. ഞാൻ ഇതിൻ്റെ മാർക്സ് മാറുമല്ലോ എന്നുള്ളത് പിന്നെ നമുക്ക് പിന്നത്തെ വീഡിയോസിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഈ ചിക്കൻ പോക്സ് ഡേയ്സ് ഇൻ UK ഇവിടെ പൂർണ്ണമാകുന്നു. ബൈ ബൈ.